ഗൈസ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ നടക്കാൻ പോവുകയാണ്. ആ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിൽ ഒന്നാണ്. ദുബായിലെ പിച്ചിൽ നടക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. ന്യൂസിലാൻഡിനെതിരായ തോൽവിക്ക് ശേഷം പാകിസ്ഥാന് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ആത്മവിശ്വാസത്തിലാണ് ദുബായിൽ നാളെ കളിക്കാനിറങ്ങുന്നത്. പാകിസ്ഥാൻ്റെ സാധ്യതകളിലേക്ക് വന്നാൽ, അഡ്വാൻറ്റേജിലേക്ക് വന്നാൽ, സ്പിൻ ബോളിങ്ങിൽ ദുബായിലെ പിച്ചുകളിൽ സ്പിൻ ബോളർമാർക്ക് അനുകൂലമാണ്. അബ്രാർ അഹമ്മദ് പോലുള്ള സ്പിന്നർമാരുടെ സാന്നിധ്യം പാകിസ്ഥാന് ഗുണം ചെയ്യും. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ തളയ്ക്കാൻ സ്പിൻ ബോളിങ്ങിന് സാധിച്ചാൽ മത്സരം പാകിസ്ഥാന് അനുകൂലമാക്കാം. ഇനി ബാറ്റിംഗ് ഓർഡറിൽ സൽമാൻ ആഖയുടെ മിഡിൽ ഓർഡറിലെ സ്ഥിരത പാകിസ്ഥാന് പ്രതീക്ഷ നൽകുന്നു. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ മികച്ച ഫോമും ടീമിന് കരുത്തേകും. ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് മികച്ച റെക്കോർഡുണ്ട്. 2017 ഫൈനൽ വിജയം പാകിസ്ഥാന് ആത്മവിശ്വാസം നൽകും. ദുബായിലെ പിച്ചുകളിൽ ടോസ് നിർണായകമാണ്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്താൽ വലിയ സ്കോർ പടുത്തുയർത്താനും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും സാധിക്കും. ഇനി പാകിസ്ഥാൻ ടീമിൻ്റെ ഫോമിലേക്ക് വന്നാൽ, ന്യൂസിലാൻഡിനെതിരെ തോൽവി പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ടീമിന് മുന്നേറാൻ സാധിക്കൂ. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ശക്തമാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ എന്നിവർ മികച്ച ഫോമിലാണ് പാകിസ്ഥാനെതിരെ എപ്പോഴും കളിച്ചിട്ടുള്ളത്. ഇവരെ പിടിച്ചു കിട്ടുക പാകിസ്ഥാന് വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ സ്പിൻ ബോളിംഗ് നിരയും ശക്തമാണ്. കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ എന്നിവർക്ക് ദുബായിലെ പിച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കൂടാതെ കഴിഞ്ഞ ലാസ്റ്റ് കളിയിൽ ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവും നാളത്തെ കളിയിൽ പ്രതിഫലിക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഇനി പാകിസ്ഥാനിലേക്ക് വന്നാൽ, ഫക്കർ സമാൻ്റെ അഭാവം, ടീമിൻ്റെ പ്രധാന ഓപ്പണറായ ഫക്കർ സമാൻ ഇല്ലാത്തത് പാകിസ്ഥാന് വലിയ നഷ്ടമാണ്. മത്സര സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ ദുബായിലെ പിച്ചിൻ്റെ സ്വഭാവം സ്പിൻ ബോളിങ്ങിന് അനുകൂലമാണ്. അതിനാൽ സ്പിൻ ബോളർമാർ മത്സരത്തിൽ നിർണായക പങ്കുവഹിക്കും. ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വലിയ സ്കോർ പടുത്തുയർത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുകയാവും മെയിൻ ലക്ഷ്യം. ഈ ടീമുകളുടെയും ബാറ്റിംഗ് ബോളിംഗ് മികവ് കണക്കിലെടുത്താൽ മത്സരം ആവേശകരമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇന്ത്യയുടെ മികച്ച ഫോമും പാകിസ്ഥാൻ്റെ സമ്മർദ്ദവും മത്സരത്തിൽ നിർണായകമാവും. നാളത്തെ മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശകരമായ ഒരു വിരുന്നായിരിക്കും. ഇരു ടീമുകളുടെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.